നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഇക്വേഷൻ. നമ്മളുടെ ബേസിക് ഡയമെൻഷൻ വരുന്നത് മാസ്, ലെങ്ത്, ടൈം. ഇതാണ് ബേസിക് ഡയമെൻഷൻ വരുന്നത്. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ഇട്ടിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ ഇട്ടിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് 2 സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുക. അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഡയമെൻഷൻ എഴുതുക. ഇതാണ് ബേസിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നോക്കണം. ഫോർ എക്സാമ്പിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? എല്. ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ തന്നെയാ. അത് ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ നമ്മൾ എൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ 2 എൽ ഉണ്ട്. എൽ ഇൻറ്റു എല് നമുക്ക് എന്ത് എഴുതാം? എൽ സ്ക്വയർ. ഇതാണ് ഏരിയന്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി വോളിയം ആണെങ്കിലോ, വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. മൂന്നും ലെങ്ത് ആണ് അല്ലെ? നമ്മൾ മെഷർ ചെയ്യുന്ന 3 ലെങ്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ്. അപ്പൊ മൂന്നിന്റെ ഡയമെൻഷനും വരുന്നത് എൽ തന്നെയാണ്. അപ്പൊ 3 എല് വരും. അപ്പൊ നമുക്ക് അതിനെ എന്ത് എഴുതാം? എൽ ക്യൂബ് എന്ന് എഴുതാം. ഈസ് ഈക്വൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് എൽ ക്യൂബ് എൽ ഉണ്ടല്ലോ. ഇനി നമ്മുടെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം. മാസിന്റെ ഡയമെൻഷൻ എം, വോളിയത്തിന്റെ ഡയമെൻഷൻ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്, അതായത് എൽ ക്യൂബ്. ഇതാണ് വോളിയത്തിന്റെ ഡയമെൻഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം മാസിന്റെ ഡയമെൻഷൻ ഡിവൈഡ് ബൈ വോളിയത്തിന്റെ ഡയമെൻഷൻ. ഇനി നമുക്ക് ഈ ഡിവൈഡ് ബൈ എന്നുള്ളതിനെ മേലെ കൊണ്ടുപോകണം. ദാറ്റ് ഈസ് എം എൽ ക്യൂബ് ആണ്. ഡിവൈഡ് ബൈ എൽ ക്യൂബ് ആണ്. ഇതിനെ നമ്മൾ നേരെ മേലോട്ട് എടുക്കുമ്പോൾ, ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പം എൽ ക്യൂബിന്റെ സ്ഥാനത്തേക്ക് ഒരു മൈനസ് ആഡ് ചെയ്യാം. അപ്പം എൽ റേസ് ടു -3 കിട്ടും. അപ്പൊ ഡെൻസിറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ റേസ് ടു -3. ഇനി ഇതേപോലെ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നോക്കാം. ഡയമെൻഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയമെൻഷണൽ ഫോർമുല കാൽക്കുലേറ്റ് കാണുന്നതെല്ലാം എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കാം. ഫോർ എക്സാമ്പിൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത് വരുന്ന ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെയും ഡയമെൻഷണൽ എൽ ആണ് കേട്ടോ. ഇപ്പോൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ എൽ ആണ്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ക്യാപിറ്റൽ ടി. ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ ടീനെ മേലോട്ട് എടുക്കണം, ന്യൂമറേറ്ററിലേക്ക് എടുക്കണം. അപ്പം എൽ ടി, ഇവിടെ ടി റേസ് ടു ഒന്നുമില്ല, അപ്പം ടി റേസ് ടു 1 ആണ്. അത് മേലോട്ട് എടുക്കുമ്പം ടി റേസ് ടു -1. ഇതാണ് സ്പീഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പം ഏതാണോ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൻ്റെ മൈനസ് ആയിട്ടാണ് ന്യൂമറേറ്ററിലേക്ക് വരിക. നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വെലോസിറ്റി. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഏതൊരു ലെങ്ത് ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷണൽ എൽ ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. ഇനി ഈ ടീനെ നമ്മൾ മേലോട്ട് എടുക്കുമ്പോൾ എൽ ടി റേസ് ടു -1 വരും. ടീൻ്റെ മേലൊന്നുമില്ല, അപ്പോൾ ടീൻ്റെ മേലെ ഒന്നും ഇല്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. മേലോട്ട് എടുക്കുമ്പോൾ എൽ ടി റേസ് ടു -1. ഇനി ആക്സിലറേഷൻ, അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ
ടൈമാണ്. നമ്മൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ട് എന്ത് LT⁻⁻1 ആയിരുന്നു വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ. LT⁻⁻1 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ. ഈ താഴെയുള്ള ടി നമ്മൾ മേലോട്ട് എടുക്കുമ്പോൾ LT⁻⁻1 T⁻⁻1 രണ്ട് T⁻⁻1 ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ കിട്ടുക LT⁻⁻2. ഈ -1ഉം കൂടി എന്താവും -2 ആവും. ഇനി നെക്സ്റ്റ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എന്തെടുക്കാം, ഫോഴ്സ് എടുക്കാം. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിൻ്റെ ഡയമെൻഷൻ എന്താ m ആണല്ലേ. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു LT⁻⁻2 ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. അപ്പം LT⁻⁻2 ഇനി നമ്മളിതൊപ്പം എഴുതിയിട്ടുണ്ടെങ്കിൽ mLT⁻⁻2 ഇതാണ് ഫോഴ്സ് കാണുക. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, അതായത് നമ്മൾ ആദ്യം ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇക്വേഷനിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എഴുതുക. ഇനി ഡിനോമിനേറ്ററിൻ്റെ താഴെ വരുന്നത് നമ്മൾ മേലോട്ടേക്ക് എടുക്കണം. മേലോട്ടേക്ക് എടുക്കുമ്പം ഇവിടെ ഏതാണോ സൈൻ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും മേലോട്ടെടുക്കുമ്പോൾ വരിക. അതായത് റേസ് ടൂല് മുകളിൽ കോഎഫിഷ്യൻറ്റിൽ ഏത് സൈനാണോ ഉള്ളത് ആ സൈൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മേലെടുക്കുമ്പോൾ വരിക. ഇതാണ് ഡയമെൻഷൻ എഴുതുക. ഡയമെൻഷൻ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ യൂസസ്. നമുക്കൊരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലേ എന്ന് ഈ ഡയമെൻഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനും ഈ ഡയമെൻഷൻ വെച്ചിട്ട് പറ്റും. ഇതാണ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ 3 യൂസ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. 2 ഒരു ഫിസിക്കൽ യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. 3 നമുക്കൊരു ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ്, ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് എങ്ങനെയാണ് ഡയമെൻഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. നമ്മൾ 10ാം ക്ലാസ്സിൽ ഇതിൻ്റെ മുമ്പൊക്കെയായി പഠിച്ചിട്ട് ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങളുണ്ട് അല്ലേ. അതിലൊരു ഇക്വേഷൻ എടുക്കാം. S is equal to ut plus half at². ഇതാണ് ന്യൂട്ടൻ്റെ ഒരു ചലന സമവാക്യമാണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ, ഈ ഇക്വേഷൻ വാലിഡ് ആണോ, അതൊക്കെ നമുക്ക് നോക്കണം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താക്കുക, ഓരോ ക്വാണ്ടിറ്റീൻ്റെയും ഡയമെൻഷൻ എഴുതുക. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു, L ആയിരുന്നു. ഇനി യു എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു, LT⁻⁻1. ഇനി ടൈമിൻ്റെ ഡയമെൻഷൻ, ടി എന്ന് പറയുന്ന ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആയിരുന്നു പ്ലസ് ഹാഫ് ഒരു കോൺസ്റ്റന്റ്, നമുക്കതിന് ഇവിടെ ആവശ്യമില്ല. പിന്നെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു, mLT⁻⁻2 ആണ്. സോറി, എം ഇല്ല, LT⁻⁻2. പിന്നെ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. പക്ഷെ ഇവിടെ T² ഉണ്ട്, നമുക്ക് T² എഴുതാം. ഇനി ഇത് ചെയ്യുമ്പം നമുക്ക് എല്ലാത്തിനെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാം. L എഴുതി. ഇനി ഇവിടെ T⁻⁻1 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ T⁻+1 ആണ്. ഇതിൻ്റെ മേലെ ഒന്നും ഇല്ലെങ്കിൽ, കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ T⁻1 ആണ്. അപ്പോൾ ഇവിടെ T⁻−1ഉം T⁻1ഉം T⁻−1+1 എത്രയാ, 0 ആണല്ലേ. അപ്പം T⁻0 കിട്ടും. അതേപോലെ തന്നെ L T⁻−2
t⁻²ആണ്. -2 + 2 എത്രയാ? 0 അല്ലേ? അപ്പോൾ നമുക്ക് t⁻0 again t⁻0 എന്ന് കിട്ടും. സോ L is equal to t⁻0 എന്ന് പറയുമ്പോൾ t ഇല്ല എന്നർത്ഥം. L ഇവിടെ t⁻0 ഉണ്ട്, അതായത് t ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ L is equal to L plus L. ഈ ടേമിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ തന്നെയാണ് ഇവിടെ. 3 ടേമിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് പറയാം. ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.